ഹേയ് ഗടികളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ചോദിച്ച്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തല അജിത്ത് നായകനായി മഹി തിരുമേനി സംവിധാനം ചെയ്ത് നമ്മുടെ തൃശ നായികയായി എത്തിയ വിതാമുയർച്ചി എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. വിതാമുയർച്ചി കാണാൻ സാധിക്കും. സോ അധികം വലിച്ചായിട്ടുള്ളല്ലാതെ അതിൻ്റെ റിവ്യൂയിലോട്ട് കിടക്കാം. ഗൈസ്, ഞാൻ ഈ സിനിമ FDFS ആണ് കണ്ടത്, ഫസ്റ്റ് ഷോ. അതായത് ഞങ്ങളുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് 10 മണിയുടെ ഷോ ആയിരുന്നു ഇതിൻ്റെ കൂടെ. അപ്പോൾ ആ ഷോയിനാണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. സിനിമയ്ക്ക് ത്രൂ ഔട്ട് നെഗറ്റീവ് പോസിറ്റീവ് മിക്സ് ആണ് ത്രൂ ഔട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ മാത്രമാണ്. സോ നിങ്ങൾ അതിൻ്റെ സെൻസിലെടുക്കുക. നിങ്ങൾക്ക് കാണുന്ന ആഗ്രഹമുണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ കാണണ്ട, അത് നിങ്ങളുടെ അഭിപ്രായമാണ്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് മൈ ഒപ്പീനിയനാണ്. സോ നമുക്ക് ഇൻഡയറക്റ്റ് റിവ്യൂലോട്ട് കിടക്കാം. സിനിമേനെ പറ്റി ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. അജിത്തിൻ്റെ കരിയറിൽ തന്നെ ഇത്ര സിമ്പിളായിട്ടൊരു സിനിമ വന്നിട്ട് പോയിട്ടില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. അതുകൊണ്ടായിരിക്കാം ഈ സിനിമയ്ക്ക് ത്രൂ ഔട്ട് നെഗറ്റീവ്, നമ്മളതിനെപ്പറ്റി പറയുന്നില്ല. ബട്ട് ഈ സിനിമ അജിത്തിൻ്റെ, അർജുൻ്റെ ഒക്കെ ഇൻട്രോസ് തന്നെ വളരെ സിമ്പിളാണ്. സിമ്പിൾ പറഞ്ഞാൽ വെറുതെ നമ്മുടെ സാധാരണ സിനിമയിൽ സൈഡ് ക്യാരക്ടേഴ്സ് വരുന്ന ഇതില്ലേ, അതിനേന് സിമ്പിളായിട്ടൊക്കെയാണ് ഇൻട്രോസൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്ര സിമ്പിളായിട്ടുള്ളൊരു സിനിമയാണ് തുടങ്ങുമ്പോൾ. പിന്നെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഗ്രിപ്പി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് എന്നെ പിടിച്ചിരുത്തി ആ ഫസ്റ്റ് ഹാഫ്. ത്രൂ ഔട്ട് ഫസ്റ്റ് ഹാഫ് വാസ് അമേസിങ്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കുറച്ച് സ്ഥലത്ത് ലാഗ് അടിക്കുകയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്ഥലം ഇല്ലോജിക്കലായിട്ടും തോന്നി. മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ പേര് ഞാൻ ഇവിടെ കൊടുക്കാം. ഈ സ്ഥലം, ഈ രാജ്യത്തിൻ്റെ ലാംഗ്വേജാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പേര് എനിക്ക് വായ വരാത്തതുകൊണ്ടാണ്. ഈ രാജ്യത്തിൻ്റെ ഇതാണ് മൊത്തം ത്രൂ ഔട്ട് സിനിമ മൊത്തം 100% ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആ രാജ്യത്താണ്. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ അവിടുത്തെ ക്യാരക്ടേഴ്സ് തമ്മിൽ സംസാരിക്കുമ്പോൾ എന്തായാലും തമിഴും ഇംഗ്ലീഷും ഒന്നും സംസാരിക്കാൻ ചാൻസില്ല, നമുക്കറിയാവുന്നതാണ്. സിനിമയുടെ ആസ്വാദനത്തിനെ ബാധിക്കും. പക്ഷേ മലയാളത്തിലേക്ക് വന്നപ്പോൾ മലയാളികൾക്ക് അടിയിൽ സബ് ടൈറ്റിൽ എഴുതി വരുന്നത് തമിഴ് വായിക്കാൻ അറിയില്ല. അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ എന്തായാലും, അതായത് ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും മനസ്സിലാക്കിയാലും മലയാളം, പക്ഷേ ഈ സാധനം നമുക്ക് അറിയില്ല, ഈ ഭാഷ ഒട്ടും അറിയില്ല, തമിഴ് വായിക്കാൻ നമുക്കറിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ കഥ തന്നെ കുറേ പേർക്ക് മനസ്സിലായിട്ടില്ല. ഞാനായാലും ഇങ്ങനെ കണ്ട് മനസ്സിലാക്കി എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. അല്ലാതെ കാര്യമായിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്ന കുറച്ച് സീക്വൻസുകളുണ്ട്. ഒരു 10% സിനിമയുടെ കോൺവെർസേഷൻസ് അവർ തമ്മിലുള്ളതാണ്. അത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമുണ്ട്? മനസ്സിലായ മലയാളത്തിലായാലും അങ്ങനെ വല്ലതും വന്ന് നമ്മൾ അടിയിൽ സബ് ടൈറ്റിൽ മലയാളം വന്ന് നമ്മൾ മലയാളം വായിച്ച് മനസ്സിലാക്കും. തമിഴന്മാർക്ക് മനസ്സിലായെന്ന് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവണമെന്നില്ലല്ലോ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അജിത്തിൻ്റെ ആക്ടിങ്, പുള്ളിക്ക് കൊടുത്ത റോള് പുള്ളി വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അജിത്തിൻ്റെ ഫാനൊന്നുമല്ല, എന്നാലും അജിത്തിൻ്റെ ആദ്യമായിട്ടാണ് ഒരു സിനിമ തിയേറ്ററിൽ പോയി ഞാൻ കാണുന്നത്. അതിൻ്റെ ഒരു ഇത് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഒരു ഭയങ്കര സ്വാഗുള്ള ഭയങ്കര ഇതുള്ളൊരു ക്യാരക്ടറൊന്നുമല്ല, പക്ഷേ ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോൾ ആളുടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, അത് നൈസായിരുന്നു. പിന്നെ തൃശ, അവരൊക്കെ അർജുൻ സർജ അവരൊക്കെ കൊടുത്ത ഇത്. പിന്നെ ഇതേതോ സിനിമകളുടെ റീമേക്കൊക്കെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിലൊരു കഥ, സെക്കൻഡ് ഹാഫിൽ വേറെ കഥ. രണ്ട് പടവും ഞാൻ കാണാത്ത കാരണം എനിക്കിതിൻ്റെ സ്റ്റോറി ഒരു പുതുമയുള്ളതായിട്ട് തോന്നി. അതുകൊണ്ട് എനിക്ക് ഈ സിനിമ കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കായി. അതായത് അജിത്തിൻ്റെ മറ്റ് സിനിമകൾ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ വേ ബെറ്റർ. അത് എനിക്ക് നെഞ്ചി കൈവച്ച് പറയാൻ പറ്റും. കാരണം അജിത്തിൻ്റെ എത്ര തൊട്ടിപ്പടങ്ങളുടെ വിശ്വാസം, വിവേകം ഒന്നും പറയാൻ പറ്റില്ല, വിവേകം വേണമെങ്കിൽ എനിക്കിഷ്ടമാണ്. എന്നാലും വിശ്വാസമൊക്കെ എനിക്ക് പറയുമ്പോൾ തന്നെ നാണക്കേടുള്ള കുറച്ച് സിനിമകളാണ്. അങ്ങനത്തെ കുറേ ക്രിഞ്ച് സാധനങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ക്ലാസ്സായിട്ട് നല്ല അടിപൊളിയായിട്ട്, എനിക്ക് മെയിനായിട്ട് ഞാൻ സിനിമയ്ക്ക് പോകാൻ കാരണം നിങ്ങൾക്കറിയാം അനിരുദ്ധാണ്. അനിരുദ്ധിൻ്റെ കുറച്ച് പരിപാടികളുണ്ട്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ പാമ്പാട്ടി ബീജിയും, അതാണ് ഇപ്പം എൻ്റെ ഫോണിൻ്റെ തന്നെ റിംഗ് ടോൺ. പിന്നെ അതുപോലെ തന്നെ സൗദിക്ക ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ഫോണിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലൂപ്പിലിട്ട് കേൾക്കുന്ന ഒരു പാട്ടാണ്. അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസും ഭയങ്കരമായിരുന്നു. അപ്പോൾ ആഫ്റ്റർ ഓൾ എനിക്ക് പറയാനുള്ളത്, മേക്കിംഗ് വൈസ് നല്ലൊരു സിനിമയാണ്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആ റീമേക്ക്, ഇപ്പോൾ ലിയോ നമ്മൾ കണ്ടില്ലേ, ലിയോന് മറ്റേ അതേത് സിനിമയായിരുന്നു, വയലൻറ്റ് അങ്ങനെ ഒരു സിനിമയായിരുന്നു, ഹിസ്റ്ററി ഓഫ് വയലൻസ്. ആ സിനിമ
നമ്മൾ ഇഷ്ടം പോലെ സിനിമകൾ കണ്ടിട്ടുണ്ട്. മറ്റേ ഇതിലേതായിരുന്നു, രാജാതിരാജ, പിന്നെ രജനീകാന്തിൻ്റെ തന്നെ ഒരു സിനിമയുണ്ട്. അങ്ങനെ പണ്ട് പഴകിയൊരു കഥയാണ് ഈ ലിയോയിലൊക്കെ ഉള്ളത്. എന്നിട്ട് നമ്മൾ അത് ഏറ്റെടുക്കുകയൊക്കെയാണ് ഉണ്ടായിരുന്നത്. സോ അതുപോലെ തന്നെ ഇതും അങ്ങനെയൊക്കെ ഏറ്റെടുക്കാമെന്നാണ് പറയുന്നത്. ഇത് DC യുടെ ഏതോ സിനിമ, ജോക്കർ ആൻഡ് ഹാർലി ക്വീൻ, അങ്ങനെ ഏതോ സിനിമയൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ ദൈവം സഹായിച്ച് ഇതൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ലാതായിട്ടാണ് തോന്നിയത്. എനിക്ക് അത്ര അരോചകമായിട്ട്. പിന്നെ മെയിൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിൽ നമ്മുടെ അജിത്തിൻ്റെ ക്യാരക്ടറിൻ്റെ നെയിം അർജുൻ എന്നാണ്. അപ്പോൾ അർജുൻ എഴുതുന്നത് ഇതിൻ്റെ ഒരു നമ്മൾ ഒഫീഷ്യൽസിൻ്റെ പേരൊക്കെ നമ്മൾ ഒരു ബോർഡിൻ്റെ അതായത് ഒരു ബെഞ്ചിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ എഴുതി വയ്ക്കുമല്ലോ പേര്. അതിൽ ARCUN, അർക്കുൺ, അർക്കുൺ, അർക്കുൺ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ അവരെ കല്യാണം കഴിക്കുന്ന സമയത്ത് അത് എനിക്ക് അത്ര ഉറപ്പില്ല, പക്ഷേ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് അർക്കുൺ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ കല്യാണത്തിൻ്റെ സമയത്ത് IRJUN എന്നാണ് ഞാൻ വായിച്ചത് പെട്ടെന്ന്. അപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് എന്താ വെച്ചത്, എന്താണ് അജിത്തിൻ്റെ പേരെന്താണ്, ഐർജുൻ, അങ്ങനെയാണോ, അർജുൻ എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അത് പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ രണ്ടാമത് ഇത് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, എന്തുവാണ് ഇത്ര വലിയൊരു സിനിമയല്ലേ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഒരു സീരിയസ്നെസ്സോട് കൂടി കണ്ടുകൂടെ. എന്താ എനിക്കറിയില്ല, ആ രാജ്യത്ത് ചിലപ്പോൾ അർജുൻ എന്ന് പറഞ്ഞപ്പോൾ അവർ അർക്കുന്ന കാര്യം കേട്ടിട്ട് അത് ബോർഡും അടിച്ചു കൊടുത്തതായിരിക്കും. എന്നിട്ട് അത് ഷൂട്ട് ചെയ്തപ്പോൾ പോലും ഇത്ര കോമൺ ആയിട്ടുള്ളൊരു പേര് കണ്ടില്ല എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ധ്യാൻ എന്നൊക്കെ ഉള്ളൊരു പേരാണെങ്കിൽ DYAN അങ്ങനെയൊക്കെ അടിക്കാനും കുഴപ്പമില്ല. ഇത് അർജുൻ എന്നൊക്കെ എത്ര പേർക്കുള്ള പേരാണ്, എന്നിട്ട് പോലും ഒരു മനുഷ്യൻ മനസ്സിലാക്കിയില്ല എന്നുള്ളത് ഒരു വലിയ നെഗറ്റീവായിട്ട് പറയണം. അല്ലെങ്കിൽ പിന്നെ അതെന്തെങ്കിലും ഫണ്ണായിട്ട് ഇതാക്കുക, അങ്ങനെ എന്തെങ്കിലും ഒന്നും ഗ്ലോറിഫൈ ഒന്നും ചെയ്തിട്ടില്ല അതിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. അത് പിന്നെ എൻ്റെ ഫോണ്ടുകൾ ഇൻട്രോയിൽ നിന്നൊക്കെ എഴുതി വരുന്നത്, പിന്നെ ഈ അജിത്തിൽ നിന്ന് എഴുതി വന്നത് ഞാൻ തുടക്കത്തിലിട്ടിട്ടുണ്ട്. അതൊക്കെ നല്ല കൈൻ മാസ്റ്റർ എഡിറ്റിംഗ് ആയിരുന്നു. അതൊക്കെ ഉള്ളത് പറയല്ല, അതൊക്കെ ഇത്തിരി മോശമായിരുന്നു. ബാക്കിയൊന്നും എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. അങ്ങനെ ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ഗുഡ് മൂവി വിത്ത് എനിക്കറിയില്ല, 8 വന്നുകൊണ്ടിരിക്കുന്നത്. അജിത്തിന് പൊതുവേ മലയാളികൾക്ക് ഇഷ്ടമില്ല, തമിഴ്നാട്ടിൽ നിന്ന് 8 വരുന്നത്. സോ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ഒരു വ്യക്തിപരമായ രീതിയിൽ ഞാൻ 10 7 റേറ്റിംഗ് കൊടുക്കുന്നതായിരിക്കും. പക്ഷേ വർത്ത് വാച്ച് അല്ല, ഒരു ഡീസൻറ്റ് വാച്ച് ആയിരുന്നു സിനിമ. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ സൈഡും ഞാൻ എൻജോയ് ചെയ്തുകൊണ്ട് സിനിമ തന്നെ 10 7 റേറ്റിംഗ് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ബൈ.